ഖുർആൻ ഒരു വിചാരം പരിപാടിയിലേക്ക് ഉംറ വെട്ടിക്കാട്ട് നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വിചിത്രം അള്ളാഹുവിൻ്റെ ചിത്രം ഖുർആനിൽ എന്നാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട്. അള്ളാഹു സർവജ്ഞനാണെന്ന് അഥവാ അലീം ആണെന്ന് അലീം എന്ന രൂപത്തിൽ മാത്രം 25ഓളം സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. അൽ അലീം എന്നും അലീമൻ എന്നും ആലിമുൽ ഗൈബ് എന്നും അല്ലാമുൽ ഗുയൂബ് എന്നും പറഞ്ഞത് നിരവധി വേറെയും. എല്ലാം അള്ളാഹുവിൻ്റെ സർവജ്ഞാനത്തെ കുറിക്കുന്നവ തന്നെ. 34:3 പറയുന്നു, ലാ യഅ്സുബു അൻഹു മിസ്ഖാല സറ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. ഒരണുമണി തൂക്കം പോലും ആകാശത്തിലോ ഭൂമിയിലോ ചെറുതോ വലുതോ ഒന്നും തന്നെ അവനിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം അവൻ്റെ കൃത്യമായ കണക്കിൽപ്പെട്ടതാണ് എന്ന് വിവക്ഷ. അതുപോലെ തന്നെ ഖുർആൻ വരച്ചു കാണിക്കുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു ചിത്രമാണ് ഗനിയ്യ് എന്നത്. ചില സ്ഥലങ്ങളിൽ ഗനിയുൻ അനിൽ ആലമീൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അഥവാ അള്ളാഹു സ്വയം പര്യാപ്തനും ലോകത്തെ ആശ്രയിക്കേണ്ടാത്തവനുമാണ് എന്ന് സാരം. എല്ലാം തികഞ്ഞവൻ, ആരുടെയും ആശ്രയം ഇല്ലാത്തവൻ, ആശ്രയം വേണ്ടാത്തവൻ അള്ളാഹു. അതുപോലെ ആകാശഭൂമിയിലെ ഒളിഞ്ഞതും തെളിഞ്ഞതുമെല്ലാം അറിയുന്നവൻ. എന്നാൽ ഈ അവകാശവാദത്തെ ഖുർആൻ തന്നെ നിഷ്കരുണം പൊളിച്ചടക്കുന്നത് കാണാം. ഒരിടത്തല്ല, പലയിടങ്ങളിൽ. എല്ലാം എടുത്തു പറയാൻ പരിപാടിയുടെ സമയം അനുവദിക്കായികയാൽ ചിലത് മാത്രം എടുത്തു പറയാം. 2:143 പറയുന്നത്, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖബൈ എന്നതാണ്. അള്ളാഹുവിൻ്റെ സർവജ്ഞാനത്തെ പൊളിച്ചു കളഞ്ഞ് മനുഷ്യരെ പോലെ അള്ളാഹുവിനെ ആക്കുന്ന ഒരു സൂക്തമാണിത്. എന്തെന്നാൽ ചില കാര്യങ്ങൾ അറിയാൻ മനുഷ്യന് പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. അതുപോലെ അള്ളാഹുവും ഇതാ പരീക്ഷണം നടത്തുന്നു ഒരു കാര്യം അറിയാൻ. എന്തു കാര്യമാണെന്നല്ലേ? ആരാണ് മുഹമ്മദിനെ പിൻപറ്റുന്നതെന്നും പിൻപറ്റാതെ പുറകോട്ട് പോകുന്നതെന്നും അറിയാൻ വേണ്ടി. ഇതറിയാൻ നടത്തിയ പരീക്ഷണമോ ഖിബിലയെ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്നും കാബയിലേക്ക് മാറ്റിയതായിരുന്നു. പ്രാർത്ഥനയ്ക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് ഖിബില. ആദ്യം മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ കാബയിലേക്ക് മാറ്റി. അതിനെക്കുറിച്ചാണ് മേൽ പറഞ്ഞ സൂക്തം സൂചിപ്പിക്കുന്നത്. നീ തിരിഞ്ഞു നിന്നിരുന്ന ഖിബിലയെ മാറ്റിയത് ദൂതിനെ പിൻപറ്റുന്നവരും പിൻപറ്റാതെ പുറകോട്ട് പോകുന്നവരും ആരാണെന്ന് നമുക്കറിയാൻ വേണ്ടിയാണ് എന്നാണ് സൂക്തത്തിന്റെ സാരം. ഒളിഞ്ഞതും തെളിഞ്ഞതും ഭൂതവും ഭാവിയുമെല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ ചിത്രം ഇവിടെ വിചിത്രമാവുകയാണ്. 18:12 ഇതുപോലെ മറ്റൊരു പരീക്ഷണം നടത്തിയത് കാണാം. ഒരു ഗുഹയിൽ കുറച്ചു ചെറുപ്പക്കാരെ നൂറ്റാണ്ടുകളോളം അള്ളാഹു ഉറക്കിക്കിടത്തിയ ഒരു കഥ പറയുന്നുണ്ട് 18-ാം അധ്യായത്തിൽ. ഗുഹ എന്ന് തന്നെയാണ് അധ്യായത്തിന്റെ നാമവും. അങ്ങനെ ഉറക്കം വിട്ട് അള്ളാഹു അവരെ എണീപ്പിച്ചു. എന്തിനെന്നാൽ അവർ എത്ര കാലം താമസിച്ചു എന്ന് കൃത്യമായി ആരാണ് പറയുന്നതെന്നറിയാൻ. ഇവിടെയും പരീക്ഷണം നടത്താതെ ഭാവി അറിയാൻ പറ്റാത്ത അള്ളാഹുവിനെയാണ് കാണാൻ കഴിയുക. അള്ളാഹുവിന്റെ ചിത്രം ഇവിടെയും വിചിത്രമാവുന്നത് കാണാം. ലോകത്തിന്റെ ആശ്രയം വേണ്ടാത്ത അള്ളാഹുവിന്റെ ചിത്രം വിചിത്രമാവുന്നത് കാണിച്ചു തരാമിനി. 51-56 ആ വിചിത്രമായ ചിത്രം കാണാൻ കഴിയുക. ലോകത്തിന്റെ ആശ്രയം വേണ്ടാത്ത അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് പോലും. മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും ആരാധന തേടുന്ന അള്ളാഹു എങ്ങനെയാണ് ലോകത്തിന്റെ ആശ്രയം ആവുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. 23:115 അള്ളാഹു ചോദിക്കുന്നത് കേൾക്കുക. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ. നിങ്ങൾ വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് കരുതുന്നുണ്ടോ എന്നാണ് ചോദ്യം. വെറുതെ അല്ല, നിങ്ങളെ കൊണ്ട് അവനെ ആരാധന ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഉദ്ദേശിക്കപ്പെടുന്നു. അൽ ഹദീസുൽ ഖുദ്സി എന്നറിയപ്പെടുന്ന ഒരു മേത്തരം ഹദീസുണ്ടല്ലോ ഇസ്ലാമിൽ. അവയിൽ ഒന്ന് പറയുന്നത് കേൾക്കൂ. കുന്തു കൻസൻ മക്നൂനൻ ഔ മഖ്ഫിയൻ ഫഅറദ്തു അൻ ഉഅറഫ ഫഖലഖ്തുൽ ഖൽഖ ലികൈ ഉഅറഫ. ഞാൻ മറഞ്ഞിരുന്ന ഒരു നിധിയായിരുന്നു. അപ്പോൾ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അങ്ങനെ അറിയപ്പെടാനായി ഞാൻ സൃഷ്ടിപ്പ് നടത്തിയെന്നാണ് അള്ളാഹു പറയുന്നതായി ഈ ഹദീസ് പറയുന്നത്.
മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പറഞ്ഞ ഹദീസിന്റെ പ്രബലത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രബലതയുടെ കാര്യത്തിൽ ഖുർആനും ഹദീസും ഒക്കെ ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്. ഒരു പ്രത്യേക ആവശ്യത്തിനായാണ് മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതെന്ന ഖുർആനിക ആശയത്തെ അടിവരയിടുന്നത് തന്നെയാണ് പ്രബലമായാലും അല്ലെങ്കിലും പ്രസ്തുത ഹദീസും. അതിരിക്കട്ടെ, നമുക്ക് ഖുർആനിലേക്ക് തന്നെ മടങ്ങാം. ലോകത്തിന്റെ തന്നെ ആശ്രയം വേണ്ടാത്ത അള്ളാഹു മനുഷ്യരോട് എത്ര ഇടങ്ങളിലാണ് ഖുർആനിൽ വിളിച്ചു പറയുന്നത് എന്നെ ആരാധിക്കൂ എന്ന്. 36-61 അള്ളാഹു മനുഷ്യനോട് പറയുന്നത് അനി അബ്ദൂനി, എന്നെ ആരാധിക്കൂ എന്നാണ്. 15-99 മറ്റു നിരവധി സ്ഥലങ്ങളിലും ഖുർആനിലൂടെ അള്ളാഹു ഇതേ ആവശ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖനിയുൻ അനിൽ ആലമീൻ അഥവാ ലോകാശ്രയം വേണ്ടാത്തവനെന്ന് മറ്റിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നതിൻ്റെ ഇടക്കാണ് മനുഷ്യനോടുള്ള ഈ യാചനാസ്വരം ഖുർആനിൽ എമ്പാടും മുഴങ്ങിക്കേൾക്കുന്നത്. വളരെ ചുരുങ്ങിയ ഉദാഹരണങ്ങളെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 2:21, 172, 3:51, 4:36 അള്ളാഹുവിൻ്റെ മനുഷ്യനോടുള്ള ആരാധനയ്ക്കു വേണ്ടിയുള്ള യാചനാ ശബ്ദം തെളിഞ്ഞു കേൾക്കാം. വിചിത്രം തന്നെയല്ലേ ഈ അള്ളാഹുവിൻ്റെ ചിത്രം? ഇപ്പോൾ നിർത്തട്ടെ, വീണ്ടും കേൾക്കാം.